നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ തൊഴിൽ മേഖല വൻ കുതിപ്പിന് ഒരുങ്ങുകയാണ്. ലേഷർ, ITV, ഇന്റേണൽ ട്രാൻസ്ഫർ വെഹിക്കിൾ, ഡ്രൈവർമാർ, ഹൗസ് കീപ്പിംഗ് എന്നിവയിലാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട സ്കിൽ കോഴ്സുകൾ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, പോർട്ട് ഓപ്പറേഷൻ, ടെർമിനൽ മാനേജ്മെന്റ്, വെസൽ പ്ലാനർ എന്നിവയിലെല്ലാം പരിശീലനം ഉണ്ടാകും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ഇതുവരെ ആകെ 774 നിയമനങ്ങൾ നടന്നുവെന്നാണ് പറയുന്നത്. ഇതിൽ 534 പേർ കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ഇതിൽ തന്നെ 287 പേർ, അതായത് ഏകദേശം 37% വിഴിഞ്ഞം നിവാസികളുമാണ്. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന് പുറമെ എക്സിം കാർഗോ കൈകാര്യം ചെയ്യുമ്പോൾ തുറമുഖത്തിനകത്തും പുറത്തും ധാരാളം തൊഴിലവസരങ്ങൾ ഇനിയും ഉയർന്നുവരും. കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ കയറ്റുമതിയിലും ഇറക്കുമതിയിലും സുപ്രധാന പങ്കുള്ളവയാണ്. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ലോജിസ്റ്റിക്സ് സമയം ചുരുക്കുന്നതിൻ്റെയും ഭാഗമായി കസ്റ്റംസ് വകുപ്പ് കണ്ടെയ്നറുകളുടെ ഡയറക്റ്റ് പോർട്ട് ഡെലിവറി ആരംഭിച്ചെങ്കിലും വെയർ ഹൗസ് എന്ന നിലയിലും ചെറിയ പാഴ്സലുകൾ കൈകാര്യം ചെയ്യാവുന്ന സ്ഥലമെന്ന നിലയിലും CFS വളരെയേറെ പ്രസക്തമാണ്. കസ്റ്റംസ്, ഹൗസ് ഏജൻസി, ഫ്രൈറ്റ് ഫോർവേഡിംഗ് തുടങ്ങിയ മേഖലകളിൽ സാധ്യതകൾ വളരെ വലുതാണ്. ക്രൂ ചേഞ്ച്, ബങ്കറിംഗ് തുടങ്ങി പോർട്ടിൽ ആരംഭിക്കാനിരിക്കുന്ന പരിപാടികളൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. മത്സ്യബന്ധന രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തുമെല്ലാം പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും. ഭാവിയിൽ ക്രൂസ് കപ്പലുകൾ വരുന്നതോടെ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാരുടെ ഒഴിവുകൾ ധാരാളമുണ്ടാകും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, കരകൗശല വിപണനക്കാർ തുടങ്ങി ഒട്ടേറെ മേഖലകൾക്ക് ക്രൂസ് ടൂറിസത്തിൻ്റെ പ്രയോജനവും ഉണ്ടാകും. തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രധാന തൊഴിലവസരങ്ങൾ ഭൂരിഭാഗവും വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികളായിരിക്കും. തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള തൊഴിലവസരങ്ങളെല്ലാം ഔദ്യോഗികമായി ബന്ധപ്പെട്ട കമ്പനിയിൽ നിന്നുള്ള അറിയിപ്പ് പ്രകാരം മാത്രമാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതും നിയമനം നേടേണ്ടതും. എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ, ഫിനാൻസ്, അക്കൗണ്ട്സ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർ, വിവിധ ഡിപ്ലോമ കോഴ്സുകൾ പൂർത്തിയാക്കിയവർ തുടങ്ങിയവർക്ക് തൊഴിലവസരങ്ങൾ ധാരാളമുണ്ടാകും. തുറമുഖത്തെ കണ്ടെയ്നർ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഇന്റർ ടെർമിനൽ വെഹിക്കിൾ ഓടിക്കാൻ വൈദഗ്ധ്യവും ലൈസൻസും ഉള്ളവർക്ക് എല്ലാ തുറമുഖങ്ങളിലും അവസരം ലഭിക്കും. വിവിധ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും വൈദഗ്ധ്യം നേടിയവർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രൈവർ തുടങ്ങി ക്ലീനിംഗ് വിഭാഗത്തിൽ വരെ ധാരാളം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത്. ഇതിനും പുറമെ ഷിപ്പിംഗ് വ്യവസായത്തിലെ വിവിധ തസ്തികകളിലേക്ക് ജോലി ലഭിക്കാനുള്ള കോഴ്സുകളും പരിശീലന കേന്ദ്രങ്ങളും തുടങ്ങുന്നത് വഴിയും ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട്. തുറമുഖവുമായി ബന്ധപ്പെട്ട് വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി സംസ്ഥാന സർക്കാരിന് കീഴിലെ ESAP-ഉം അദാനി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററും ചേർന്ന് വിഴിഞ്ഞത്ത് പരിശീലന കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ആണ് തുറമുഖത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇവിടേക്ക് ഏറ്റവും ആവശ്യമായി വരുന്ന അനുബന്ധ തൊഴിൽ മേഖലയാണ് ലോജിസ്റ്റിക്സ്. ലോകം ഉറ്റുനോക്കുന്ന ലോജിസ്റ്റിക്സ് ഹബ്ബായി കേരളം മാറുന്നതോടെ വിഴിഞ്ഞത്തേക്ക് ലോകോത്തര ലോജിസ്റ്റിക്സ് കമ്പനികളുടെ ഒഴുക്ക് തന്നെ ഉണ്ടാകും. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് രംഗത്ത് പരിശീലനം നേടിയ ആളുകൾക്ക് ഈ സ്ഥാപനങ്ങളിലും മറ്റു സംരംഭങ്ങളിലുമായി വലിയ തൊഴിലവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെയാണ് ഒരു പതിറ്റാണ്ടായി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രൊഫഷണൽ മാനേജർമാരെ വാർത്തെടുക്കുന്ന ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രൽ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് ശ്രദ്ധ നേടുന്നത്. 2015 ജിംസ് സ്ഥാപിതമാകുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പരിശീലന സ്ഥാപനമായി ജിംസ് വളർന്നിട്ടുണ്ട്. പ്രതിവർഷം 600-ലേറെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അതിൽ ഒട്ടേറെ പേർ ഇപ്പോൾ ലോകോത്തര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുമുണ്ട്. 4000-ഓളം പേരാണ് ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലും ദുബായ്, അബുദാബി, ദോഹ, മാൾട്ട, യൂറോപ്പ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ വിഴിഞ്ഞം എന്തുകൊണ്ടും ഒരു ഗെയിം ചേഞ്ചറാണ്. ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത് ഇനിയും വർദ്ധിക്കുക മാത്രമേ ചെയ്യുള്ളൂ. വെയർഹൗസ് മാനേജർമാർ, കസ്റ്റംസ് അസിസ്റ്റന്റുമാർ, ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർ, ഡ്രൈവർമാർ, IT വിദഗ്ധർ എന്നു വേണ്ട അവസരങ്ങളുടെ പെരുമഴ തന്നെ ലോജിസ്റ്റിക്സ് രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നും എയർ കണ്ടീഷൻഡ് വെയർ ഹൗസുകൾ, ലോക്കൽ ട്രാൻസ്പോർട്ട്, പാക്കേജിംഗ് യൂണിറ്റുകൾ, ഡെലിവറി സർവീസുകൾ തുടങ്ങിയവയെല്ലാം ആനുപാതികമായി വികസിക്കുമെന്ന് ജിംസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ കാൾ റോജേഴ്സ് ഇറ്റലിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സൺ സെൻറ്റേർഡ് അപ്രോച്ചിൻ്റെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കിയ വിദ്യാർത്ഥി കേന്ദ്രീകൃതവും മൂല്യാധിഷ്ഠിതവുമായ പഠന സമ്പ്രദായമാണ് ജിംസിൽ നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത്.
നൈപുണ്യം, വിജ്ഞാനം, മനോഭാവം, മൂല്യങ്ങൾ എന്നിവ ഒരേ സമയം വർദ്ധിപ്പിക്കുന്ന ക്ലാസ് റൂം ഡെലിവറി രീതിയാണ് ഇത് എന്നാണ് പറയുന്നത്. ഗ്രീൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ലോജിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഡേഞ്ചറസ് ഗുഡ്സ് ഹാൻഡ്ലിംഗ് തുടങ്ങിയ നൂതന വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി പാലാരിവട്ടത്തും തിരുവനന്തപുരത്ത് പാപ്പനംകോടുമാണ് ജിംസിൻ്റെ പ്രധാന കേന്ദ്രങ്ങളുള്ളത്. കാലിഫോർണിയയിലെ വേൾഡ് യൂണിവേഴ്സിറ്റി കൺസോർഷ്യം, സ്കിൽ ഇന്ത്യയ്ക്ക് കീഴിലുള്ള ലോജിസ്റ്റിക്സ് സെക്ടറൽ സ്കിൽ കൗൺസിൽ, മൈസൂർ യൂണിവേഴ്സിറ്റി എന്നിവയുടെ അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റുകളാണ് ജിംസ് നൽകുന്നത്. ജിംസിലെ 21ാമത് ബാച്ചിൻ്റെ MBA ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 21-ന് പുതിയ ബാച്ചുകൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ഇതിനെല്ലാം പുറമെ ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ റോഡ് മാർഗം മാറുന്നതിന് കണ്ടെയ്നർ ലോറികളുടെ ആവശ്യമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒട്ടേറെ തൊഴിലവസരങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതിനുള്ള സ്വകാര്യ യാർഡുകളിൽ അവയുടെ സെക്യൂരിറ്റി മുതൽ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് ആവശ്യം വരും. അതുപോലെ തന്നെ ദേശീയ പാതയോരങ്ങളിൽ തുറമുഖത്തേക്ക് എത്തുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള സംരംഭങ്ങളിൽ പാചകക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിലവസരം ലഭിക്കും. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത തൊഴിലവസരങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. തുറമുഖവുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്കുൾപ്പെടെ താമസ സൗകര്യം ഒരുക്കുന്ന സ്ഥലങ്ങളിലെ വിവിധ ജോലികളുണ്ടായിരിക്കും. സീ ഫുഡ് പാർക്ക് ഉൾപ്പെടെ അനുബന്ധ വ്യവസായ മേഖലകൾ വികസിക്കുമ്പോഴുണ്ടാകുന്ന ജോലികൾ, വ്യവസായ ഇടനാഴി രൂപപ്പെടുമ്പോൾ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന ജോലികൾ ഉൾപ്പെടെ ഒട്ടേറെ തൊഴിൽ സാധ്യതകൾ തന്നെയാണ് വിഴിഞ്ഞത്ത് ഇനി ഉണ്ടാകാൻ പോകുന്നത്. പറഞ്ഞു കഴിയുകയാണെങ്കിൽ ശരിക്കും ഒരു തൊഴിൽ ചാകര തന്നെ വിഴിഞ്ഞത്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജോലി അവസരങ്ങൾ അവിടെ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, ജോലി അവസരങ്ങൾ ധാരാളം വരുന്നുണ്ട്. നിങ്ങൾക്ക് ചേർന്ന ജോലി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഏറ്റവും നല്ല ഒരു സ്റ്റാറ്റസിൽ ജോലി നേടുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.